നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ dy/dx + y/x = 2x³ y⁴. ഈ ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. ദാറ്റ് ഇസ് dy/dx + py = qy⁴n. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷന് വേണ്ടി p, q, n, y എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. p എന്താണ്? p = 1/x. q എന്താണ്? q = 2x³. n എന്താണ്? n എന്ന് പറയുമ്പോൾ വൈയുടെ കോഎഫിഷ്യൻറ്റ് 4, പവർ എന്ന് പറഞ്ഞാൽ 4. y⁴ n ആണ് z. അപ്പോൾ z = y⁴1 - n - 3. ഇപ്പോൾ ഇത്രയൊക്കെയാണല്ലോ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ വരുന്നത് dz/dx + p × 1 - n × z = q × 1 - n എന്നാണ്. ദാറ്റ് ഈസ് എഴുതുമ്പോൾ dz/dx + 1/x × 1 - n എന്ന് പറയുമ്പോൾ -3z q എത്രയാണ് കിട്ടിയത്? 2x³ × 1 - 4 ദാറ്റ് ഈസ് -3. ഇത്രയൊക്കെയാണോ? ഓക്കെ, ദാറ്റ് ഈസ് dz/dx + -3/xz = -6x³. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? p കണ്ടുപിടിക്കണം, q കണ്ടുപിടിക്കണം. അപ്പോൾ p എന്താണ്? p = -3/x. q എന്താണ്? -6x³. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻∫p dx. That's equal to e⁻⁻3/x dx. That's equal to e⁻³ log x. -3 log x. That is e⁻log 1 log x³ എന്ന് വരും. മൈനസ് ദാറ്റ്സ് ഈക്വൽ ടു e⁻log 1/x³. ദാറ്റ്സ് ഈക്വൽ ടു 1/x³. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്കിനി ബേസിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ബേസിക് ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ് വരുന്നത്? y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. y എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. z × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ × q. z × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആരാണ്? 1/x³. 1/x³ = ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വീണ്ടും 1/x³ × q ആരാണ്? -6x³. x³ ക്യാൻസലായി. z എന്ന് പറഞ്ഞാൽ y⁻³ -3/x³ ഇൻ്റഗ്രൽ -6 ആണ്. -6 എന്ന് പറഞ്ഞാൽ -6x. ഓക്കെ.